ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ തുമ്പിച്ചൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യുന്നത്. സൺഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം അവൾ എണീക്കുന്നതിന് മുമ്പായിട്ട് അവൾക്കുള്ള ഫുഡൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. അപ്പം ആൾ പയ്യതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. മണി 10 ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ പല്ല് തേക്കുക. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇത് അവളുടെ 11ാമത്തെ മാസത്തിൽ എടുത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ അതൊന്ന് നമ്മളിന്ന് റീക്രിയേറ്റ് ചെയ്ത് ഇന്ന് അവൾക്ക് 2 വയസ്സും 11 മാസവും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നട്ടുച്ച വെയിലത്ത് പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തുമ്പിച്ചന് പെട്ടെന്ന് സ്കെച്ച് പെൻ വേണം തോന്നി. പിന്നെ അപ്പം കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ആസ്വദിച്ച് കൊടുക്കണമെന്നാണല്ലോ. അപ്പം തന്നെ ഞങ്ങൾ 2 പേരും കൂടെ ചെരുപ്പൊക്കെ ഇട്ട് കടയിൽ പോയി. പക്ഷേ നമ്മുടെ കടയിൽ സ്കെച്ച് പെൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കോലുമുട്ടായൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് നമ്മൾ പയ്യെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഉച്ചക്കത്തെ. ഭയങ്കര പാടാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. പിന്നെ കളിയൊക്കെ പറഞ്ഞു കഴിക്കുമ്പോൾ എപ്പോഴും പുറത്ത് വന്നിരുന്ന കഴിക്കുന്നത്. അവർക്കിപ്പോൾ പൂച്ചയും ഒക്കെ കണ്ട് ഇലയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കാൻ ഇഷ്ടം. ഊഞ്ഞാലും ഒക്കെ ആകണം. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഊഞ്ഞാലെന്താ പറഞ്ഞെന്നറിയാവോ? തുമ്പിയെ കാണണം. അറിയാവോ? ഊഞ്ഞാല് പറയുവാ തുമ്പിയുടെ ചോറ് മൊത്തം ഊഞ്ഞാലിന് കൊടുക്കണെന്ന്. ഇത് അയ്യോ, അത് പറ്റൂല. കഴിച്ചില്ലെങ്കിൽ ഊഞ്ഞാല് വന്നിട്ട് നമ്മള് വേണ്ട. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഒരു 3 ആയപ്പോഴത്തേക്കിനും പൂച്ചയുറക്കം പോലെ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. അപ്പോഴത്തേക്കിനും അവളുടെ അച്ഛൻ വന്നു. അച്ഛൻ സ്കെച്ച് പെന്നും ബുക്കൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ അച്ഛനും മോളും കൂടെ എന്തൊക്കെയോ പറയും കളിയും കളറടയും ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം അങ്ങനെ അച്ഛനുമായിട്ടൊക്കെ സ്കെച്ച് പെന്നൊക്കെ വെച്ച് കുറച്ച് നേരം അങ്ങനെ പോയി. അത് കഴിഞ്ഞൊരു 6 മണിയൊക്കെ ആയിക്കാണ് അവൾക്ക് പെട്ടെന്ന് വിശന്ന്. പിന്നെ 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കഴിച്ചു. പയ്യെ ഏത്തപ്പഴമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരമൊക്കെ കളറടിയും വീഡിയോ കാണലും പരിപാടിയൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് ഒരു 7:30 കഴിഞ്ഞ സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചു, വൈകിട്ടത്തെ ഫുഡ്. അതും കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിക്കാനായിട്ട് കയറി. 8:30 ആയ സമയത്ത് നമ്മൾ കുളിച്ച് റെഡിയായി. പിന്നെ കട്ടിലേ കിടന്നുള്ള കലാപരിപാടികളാണ് കാണുന്നത്. പിന്നെ ഒരു 9:15 ആയ സമയത്ത് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നാളെ ഇനി സ്കൂളിൽ പോകണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.